എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL പൂരം കൊടിയേറാൻ ഇനി അധിക ദൂരമില്ലാത്ത ഈ സമയത്ത് ക്രിക്കറ്റ് ലോകത്തെ ആകെ സ്തംഭിപ്പിച്ചുകൊണ്ട് അത്യന്തം നാടകീയമായ ഒരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ്. ആ നിമിഷം രോഹിത് ശർമ്മ ഒറ്റയ്ക്കായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും തളം കെട്ടിനിന്ന നിശബ്ദതയ്ക്ക് അസാധാരണമാംവിധം ഭാരമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാട്ടിന്റെ മുന്നോടിയായുള്ള നിശബ്ദത. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം സഞ്ജു സാംസനെ നേരിട്ട് പോയി കണ്ടതോടെയാണ് ഈ വമ്പൻ കഥയ്ക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ സൗഹൃദ സംഭാഷണമാണെന്ന് തോന്നിയേക്കാമെങ്കിലും രോഹിത് തന്നെ ഇതിനെക്കുറിച്ച് നൽകിയ സൂചനകൾ ഈ കൂട്ടിക്കാഴ്ചയുടെ അതിരില്ലാത്ത ആഴവും ഗൗരവവും വെളിപ്പെടുത്തുന്നതായിരുന്നു. കേവലം ഒരു ഫോൺ വിളിയിലോ സന്ദേശത്തിലോ ഒതുക്കാവുന്ന കാര്യമായിരുന്നില്ല അത്. വരാനിരിക്കുന്ന സീസണിലെ ടീം കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് അത്രത്തോളം നിർണായകമായ ക്രിക്കറ്റ് ലോകം ഞെട്ടുന്ന ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ടാണ് മുഖാമുഖം ഇരുന്നുള്ള ഒരു ചർച്ച തന്നെ അനിവാര്യമായി വന്നത്. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ രോഹിത് തുറന്നു പറഞ്ഞു, അനിഷേധ്യമായ പ്രതിഭയും കഴിവും സംശയലേശമന്യേ തെളിയിച്ച ഒരു അസാമാന്യ താരമാണ് സഞ്ജു എന്ന്. എന്നാൽ കഴിവ് മാത്രം പോരാ, ശരിയായ സമയത്ത് ശരിയായ റോളും ഉത്തരവാദിത്തങ്ങളും ഒരു കളിക്കാരന് നൽകുമ്പോഴാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന വലിയൊരു യാഥാർത്ഥ്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ കൂട്ടിക്കാഴ്ച മാറ്റിവെക്കാൻ കഴിയാത്തത്ര അടിയന്തരമായിരുന്നതിന് പിന്നിലെ രഹസ്യവും അതുതന്നെയായിരുന്നു. ഇതിനു പിന്നാലെ IPL 2026 മുമ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഒന്നടങ്കം. രോഹിത് ശർമ്മയെപ്പോലൊരു ഇതിഹാസ നായകൻ സ്വയം മുന്നോട്ട് വന്ന് സംസാരിക്കണമെങ്കിൽ അവിടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ പിടിച്ചുകുലുക്കുന്ന എന്തോ ഒരു വലിയ മാറ്റമോ പുതിയ തന്ത്രമോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഉറപ്പാണ്. വരാനിരിക്കുന്ന സീസൺ ഒരിക്കലും സാധാരണമായിരിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് രോഹിത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നത്. ഈ അപ്രതീക്ഷിത നീക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളും രോഹിത് ശർമ്മയെ ഒരു മികച്ച ബാറ്റ്സ്മാനായും അതുല്യനായ ക്യാപ്റ്റനായും ഹൃദയത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ രോഹിത് ശർമ്മയാണോ അതോ സഞ്ജു സാംസൺ ആണോ ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക. ഇനി വരാൻ പോകുന്നത് രോഹിത് ശർമ്മയുടെ പൂർണ്ണമായ വെളിപ്പെടുത്തലുകളാണ്. ഈ കഥയുടെ അടിവേരുകൾ പുറത്തു കൊണ്ടുവരുന്ന ഓരോ വരികളും നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് എങ്ങോട്ടും മാറിപ്പോകരുത്. കാരണം കാര്യങ്ങൾ പുറമേ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതും സങ്കീർണവുമാണ്. IPL തുടങ്ങാൻ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയ ഈ വാർത്തയുടെ വ്യാപ്തി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. തുടക്കത്തിൽ ഇതൊരു സാധാരണ കൂട്ടിക്കാഴ്ചയാണെന്ന് കരുതിയ ആരാധകരുടെ നെഞ്ചിടിപ്പ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ചുരുളഴിയാൻ തുടങ്ങിയതോടെ ക്രമാതീതമായി വർദ്ധിച്ചു. സഞ്ജു സാംസണെ രോഹിത്തിനരികിലെത്തിക്കാൻ പ്രേരിപ്പിച്ച ആ വലിയ ഘടകം എന്തായിരുന്നു? രോഹിത് നടത്തിയ ആ വമ്പൻ വെളിപ്പെടുത്തൽ കേട്ട് മുംബൈ ഇന്ത്യൻസിലെ പ്രമുഖ താരങ്ങളായ ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയെന്നതാണ് ഏറ്റവും വലിയ വിസ്മയം. അതേ സുഹൃത്തുക്കളെ, രോഹിത് ശർമ്മ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വെറും ഒരു ബാറ്റ്സ്മാൻ മാത്രമല്ല, കളിക്കളത്തിലെ തന്ത്രങ്ങളെല്ലാം മുൻകൂട്ടി കാണാൻ കഴിവുള്ള അതിവിദഗ്ധനായ ഒരു ക്രിക്കറ്റിംഗ് ബ്രെയിൻ കൂടിയാണ്. മറുവശത്താകട്ടെ, പ്രതിഭയുടെ കാര്യത്തിൽ ഒരിക്കൽ പോലും ആർക്കും സംശയമില്ലാത്ത, എന്നാൽ ഓരോ പുതിയ സീസണിലും പുതിയ പ്രതീക്ഷകളും അതിലേറെ ചോദ്യങ്ങളും നിരന്തരം ഉയർത്തുന്ന അത്ഭുത താരമായ സഞ്ജു സാംസണും. ഇവർ തമ്മിലുള്ള ഈ നിർണായക കൂട്ടിക്കാഴ്ച വെറും ഒരു കാഷ്വൽ ഇന്ററാക്ഷനായി തള്ളിക്കളയാൻ ആരാധകർക്കൊരിക്കലും കഴിയില്ല. വരാനിരിക്കുന്ന കാലത്തെ ഇരു ടീമുകളുടെയും ചിന്താഗതികളും കളിക്കാരുടെ ഭാവി റോളുകളും വലിയ തീരുമാനങ്ങളുമാണ് ഈ ചർച്ചയുടെ കാതൽ. സഞ്ജു ഏതെങ്കിലും വലിയ ഉപദേശത്തിനായി രോഹിത്തിനരികിലെത്തിയതാണോ അതോ രോഹിത്തിന് സഞ്ജുവിനെക്കുറിച്ച് വളരെ വ്യക്തമായ മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ആളിക്കത്തുകയാണ്. സഞ്ജുവിനെക്കുറിച്ച് രോഹിത് പറഞ്ഞ ആ വാക്കുകൾ പുറത്തു വന്നതോടെയാണ് ഈ കൂട്ടിക്കാഴ്ചയുടെ അർത്ഥതലം തന്നെ പൂർണ്ണമായി മാറിയത്. രോഹിത്തിനെ പോലെ ഒരു ഇതിഹാസ താരം മറ്റൊരു കളിക്കാരനെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ തുറന്നു പറയുമ്പോൾ അതിൽ വെറും പ്രശംസ മാത്രമല്ല, ഗൗരവമേറിയ ഒരു വലിയ ക്രിക്കറ്റിംഗ് തന്ത്രം തന്നെ തീർച്ചയായും ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇവിടെയാണ് ഹാർദിക് പാണ്ഡ്യയുടെയും സൂര്യകുമാർ യാദവിന്റെയും പേരുകൾ വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത്. കാരണം രോഹിത് സഞ്ജുവിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ടീമിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അത്രയും വലിയൊരു ഓഫറാണെങ്കിൽ അത് ടീമിലെ മറ്റു താരങ്ങളുടെ റോളുകളെയും നിർണായകമായി ബാധിച്ചേക്കാം. അതെ, ഇവിടെ നടക്കുന്നത് വളരെ കൃത്യമായ ഫ്യൂച്ചർ പ്ലാനിംഗ് തന്നെയാണ്. സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ അപാര ശേഷിയും സമ്മർദ്ദഘട്ടങ്ങളിലെ അസാമാന്യ ടെമ്പറമെന്റും വലിയ മത്സരങ്ങളിൽ ഒരു നിമിഷം കൊണ്ട് വിധി മാറ്റിയെഴുതാനുള്ള മാന്ത്രികതയും രോഹിത് ശർമ്മ വളരെ അടുത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തിടെ കഴിഞ്ഞ T20 ലോകകപ്പിൽ സഞ്ജു പുറത്തെടുത്ത അവിശ്വസനീയമായ ക്ലാസ്, ടൈമിംഗ്, അറ്റാക്കിംഗ് ഇന്റന്റ് എന്നിവയെക്കുറിച്ചും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഇതിനോടകം നേടിയെടുത്ത വിലമതിക്കാനാവാത്ത അനുഭവ സമ്പത്തിനെക്കുറിച്ചും രോഹിത് വാചാലനായി. ഇതിൽ നിന്നെല്ലാം
വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു സാംസനെ തങ്ങളുടെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ചൂതാട്ടമാണ്, അല്ലെങ്കിൽ ഒരു വമ്പൻ മാസ്റ്റർ സ്ട്രോക്കാണ് കളിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ യഥാർത്ഥ പ്ലാൻ രോഹിത് ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുന്നത്. സഞ്ജുവിനെ പോലൊരു മാച്ച് വിന്നറെ തങ്ങളുടെ ടീമിലെത്തിക്കാൻ അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു IPL കിരീടത്തിനായി വിശന്നു വലയുന്ന മുംബൈ ടീമിന് 2026-ലെ കിരീടം എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയേ തീരൂ. ഈ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സഞ്ജു സാംസൺ തങ്ങൾക്കൊപ്പം നിർബന്ധമായും ഉണ്ടാകണമെന്ന് രോഹിത് അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സഞ്ജു സാംസനെ മുംബൈ ഇന്ത്യൻസ് പാളയത്തിൽ എത്തിക്കാൻ രോഹിത് ശർമ്മ രഹസ്യമായി എന്തെങ്കിലും വലവിരിക്കുന്നുണ്ടോ? അതോ IPL തുടങ്ങാൻ ഇനിയും സമയമുള്ളതിനാൽ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും വമ്പൻ തന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? രോഹിത് ശർമ്മ ഇപ്പോൾ ഇങ്ങനെ ഒരു അപ്രതീക്ഷിത നീക്കം നടത്താനുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായി തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.